രണ്ടുപേരും നിങ്ങൾ നല്ല അത്യാവശ്യം വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. ഞാനൊരു പ്രാവശ്യം ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, SSLCയുടെ ഫുൾ ഫോം അറിയാം? SSLCയുടെ ഫുൾ ഫോം നിസ്സാരമാണോ? It's a good one. I like it. പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ സാധനങ്ങൾ ചോദിച്ച്. അയ്യോ, ലീവിംഗ് സർട്ടിഫിക്കറ്റ് അറിയില്ല. സ്റ്റുഡൻസ് സെക്കൻഡറി സ്റ്റുഡൻസ് ലീവിംഗ് സർട്ടിഫിക്കറ്റ്. ഇല്ലില്ല, സെക്കൻഡറി സ്റ്റുഡൻസ് അല്ല. ഇല്ല ഇല്ല. ആന ഇത് SLC ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഇല്ലേ? ഇല്ലേ? ഉണ്ട്. എത്ര വരെ പഠിച്ച്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MSc പഠിച്ചുകൊണ്ടിരിക്കുക. SSLC കഴിഞ്ഞിട്ടല്ലേ MScയിൽ പോകുന്നത്? അറിയില്ല, എനിക്കറിയില്ല. ശരി. എന്താ SSLCയുടെ ഫുൾ ഫോം രണ്ടുപേർക്ക് അറിയാമല്ല ഓഡിയൻസ്? സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പൊ കറക്റ്റ് സെക്കൻഡറി സ്കൂളല്ല പറഞ്ഞത്, സെക്കൻഡറി സ്റ്റുഡൻസ് പറഞ്ഞത്. ഓക്കെ, സെക്കൻഡറി സ്റ്റുഡന്റ് പറഞ്ഞത്. സെക്കൻഡറി സ്കൂൾ. ദേശീയഗാനം ഏതാണെന്നറിയാമോ? നാഷണൽ ആന്തം അതേതാണ്? പറയരുത്. നാഷണൽ ആന്തം ഏതാണ്? മനസ്സിലായില്ല. നാഷണൽ ആന്തം ദേശീയഗാനം ഏതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയഗാനം? ദേശീയഗാനം തുടങ്ങുന്നത് എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. വാട്ട് ഈസ് ആസ്കിങ്? ദേശീയഗാനം നാഷണൽ ആന്തം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? നാഷണൽ ആന്തം എനിക്ക് മനസ്സിലായില്ല. നാഷണൽ ആന്തം അല്ലേ? ശേഖരൻ അറിയാതെ? കൺഫ്യൂഷൻ ആയി. അവിടെ ട്യൂൺ കൺഫ്യൂഷൻ. നാഷണൽ ആന്തം ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് അങ്ങനെയാണോ ചോദിക്കുന്നത്? ഞാൻ വിചാരിച്ചു അതിന്റെ എന്തെങ്കിലും. ഇല്ല. സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ? ജനഗണമന ജനഗണമന ജയ ഭാരത ഭാഗ്യഗീത. അത് എത്ര സെക്കൻഡ് അറിയാം? 59 seconds. 59ഓ? തല്ലിക്കൊന്നറിയോ? ടൈം ഒക്കെ നോക്കണം. ചിലപ്പോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പാടി ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്ത് പാടാൻ പറ്റില്ല. അതിനൊരു റൂൾ ഉണ്ട്. 56 seconds. 56ഓ? എന്താ 4 സെക്കൻഡ് കൂട്ടിയോ കോഴിക്കോട്? നമുക്കൊന്ന് പാടി നോക്കിയാലോ? 52 seconds. 52. ഇത് നമ്മുടെ നാഷണൽ എന്താ എഴുതിയാരെന്നറിയോ? ടാഗോർ. അതിന്റെ ഫുൾ ടൈം രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. അന്തം പറഞ്ഞിരിക്കുകയാണ്. അല്ല, ടാഗോർ ഞാനും പറഞ്ഞുകൂടാ. മറ്റേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണോ നമ്മളിങ്ങനെ ഇത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് മറക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. 2 seconds ഇങ്ങനെ ഇത് തന്നെയാണോ എന്ന് ആലോചിക്കുന്നത്. അതന്നെ, അതന്നെ ഷോവിന്റെ പേര്. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? അനഗസ്റ്റ് അറിയില്ല. മലയാളത്തില് ഞാൻ ഇംഗ്ലീഷിൽ എത്ര ഉണ്ട്? അതും ഇരുന്നുണ്ട്. ഇംഗ്ലീഷിൽ എത്ര സ്പെല്ലിംഗ്? ഇംഗ്ലീഷിൽ ABCD 26ഓ? 26. ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കില്ല. മലയാളത്തിലാ? മലയാളത്തിൽ എത്രയാ? അത്രപ്പെടുത്തു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ. കേരളത്തില് അത് ഒട്ടും പറയില്ല. കേരളത്തിലെ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. 14. ആണോ? കേരളത്തിലെ എത്ര ജില്ല? തെറ്റിപ്പോയി. 14 അല്ലേ? KSRTC അതിന്റെ ഫുൾ ഫോം പറയാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട്. അറിയില്ല. കോർപ്പറേഷൻ. എന്റെ അടുത്ത് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അല്ല, ശേഖരന്റെ അടുത്ത് ചോദിച്ചു. ശേഖരന് അറിയാന്ന് മനസ്സിലായി. അറിയാൻ പാടില്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മള്. ദേശീയ പക്ഷി ഏതാന്നറിയോ? എന്നോടാണ് രണ്ടുപേർക്ക്. പീകോക്ക്. ദേശീയ പക്ഷി പീകോക്കിന്റെ മലയാളം എന്താ അറിയോ? ഇതൊക്കെ എന്താ ഞാൻ മലയാളം അല്ല, ഇത് മലയാളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നതിന്റെ പേരിൽ ചോദിച്ചാണ്. ശരി, എന്നാ ഞാൻ പറഞ്ഞത് ദേശീയ മൃഗം എന്താണ്? എന്ത്? പൂച്ചയെ? ലയണോ? അല്ല, ടൈഗറാണോ? എനിക്കറിയാം. ടൈഗർ അല്ലേ? നമ്മള് ടൈഗർ സാധാരണ ഇവിടെ റോട്ടിൽ കൂടി നടക്കില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റോട്ടിൽ കൂടി നടക്കുമ്പോ, കേരളത്തിലെ റോഡിൽ കൂടി നടക്കുമ്പോ ഏത് സൈഡിൽ കൂടി നടക്കണം? ഏത് സൈഡിൽ കൂടി നടക്കണം? Always walk on the right side of the road. And always keep left when you're driving. ഡ്രൈവ് ചെയ്യുമ്പോ എനിക്കറിയില്ല. ഡ്രൈവ് ചെയ്യുമ്പോഴല്ല നടക്കണ കാര്യം ചോദിച്ചത്.
ശേഖർജി ഭക്ഷണം പാചകം ചെയ്യാറുണ്ട് ആണോ? എന്താണ് ഏറ്റവും നന്നായിട്ടുണ്ടായത്? സാധനം പ്ലാൻ ചെയ്യും, ഉണ്ടാക്കി വരുമ്പോ വേറെ വേറെ എക്സ്പെരിമെന്റിലാണ്. ചേട്ടൻ ഈ തടി കൊണ്ട് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ? ഇല്ല, ഇതേവരെ ഇല്ല. അപ്പൊ തടിച്ചവർക്ക് ഒരു പ്രചോദനമാണ്. അത് എന്റെ വല്യമ്മ എന്ന് പറയുമ്പോ പുള്ളിക്കാരത്തി 6 അടി 2 ഇഞ്ച് പൊക്കവും എന്റെ അത്രയും വണ്ണമുണ്ട്. പുള്ളിക്കാരത്തിക്ക് വരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടൻ ഒരു ദിവസത്തെ മെനു ഭക്ഷണത്തിന്റെ സാധാരണ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കഴിക്കാറ്? എന്നെ കണ്ടറിയാലോ. അല്ല, എന്നാലും എന്തൊക്കെ കഴിക്കും? സാധാ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതേപോലെ തന്നെ ഞാൻ കഴിക്കുന്നത്. എക്സ്ട്രാ ഒന്നുമില്ല. ഓവറായിട്ട് എക്സ്ട്രാ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. കഴിക്കാൻ പറ്റില്ല. രാവിലെ ഒരു 12 ഇഡ്ഡലി? ഒരിക്കലും ഇല്ല. 4 ഇഡ്ഡലി. 4. ഉച്ചയ്ക്ക് ചോറിനോ? ഉച്ചക്ക് ചോറ് ചിലപ്പോ കഴിക്കും, അല്ലാതപ്പോ ചപ്പാത്തി, ബ്രെഡ് ആവില്ല. ആണോ? തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കാറൊന്നുമില്ല അല്ലേ? ഇല്ല, ഞാൻ ദിവസം നടക്കാൻ പോകും 1/2 മണിക്കൂർ. റോഡിന്റെ ടാറ് കുറയല്ലാണ്ട് തടി കുറയില്ല. ഇല്ല, ഞാൻ സിന്തറ്റിക് ട്രാക്കിലാണ്. കുഴപ്പമില്ല. അപ്പൊ ഇതിൽ വന്നതിൽ ഞാനും ശേഖർജിക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ സാധാരണ സ്റ്റാർ റാഗിങ്ങിൽ റാഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ വന്നിരിക്കുമ്പോൾ പക്ഷെ എന്തോ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 2 എണ്ണത്തിനെയും കണ്ടിട്ട് അങ്ങനെ ആ ഒരു ക്യൂട്ട്നെസിന്റെയും അത് ഇഷ്ടത്തിന്റെ ആയിരിക്കും തോന്നിയില്ല. എന്നാലും പിന്നെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ല പിന്നെ എന്തെങ്കിലും ഒരു മണ്ടത്തരം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അറിയാൻ പറ്റില്ല എന്ന് നല്ല ധൈര്യമുള്ളതിന്റെ പേരിലാണ് ഞാൻ ചോദിച്ചു. SSLC മറ്റേ 10ാം ക്ലാസ് കുസ്തിയും KSRTC ഒരു പിടിക്കിട്ട് അത് എഴുതിയെടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് പെട്ടെന്ന് ചോദിച്ചിട്ട് അമ്പരം തോന്നുന്നറിയാം. അതുപോലെ ചോദിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.